നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വലിയ ചർച്ചയാണ് ഇപ്പോൾ രാജ്യമൊട്ടാകെ നടക്കുന്നത്. എട്ടാം ശമ്പള കമ്മീഷനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇടയിൽ ജീവനക്കാരുടെ യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർണായക ആവശ്യം ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ജീവനക്കാർക്ക് ലഭിക്കുന്ന DA അഥവാ ഡിയർനെസ് അലവൻസ് ഇനി പ്രത്യേക അലവൻസ് ആയി അല്ലാതെ ബേസിക് ശമ്പളത്തിൽ തന്നെ വിലയിപ്പിക്കണം എന്നാണ് ആവശ്യം. ഇത് നടപ്പായാൽ എന്ത് സംഭവിക്കും? ശമ്പളം എത്ര വരെ ഉയരും? പെൻഷനിൽ എന്ത് മാറ്റമുണ്ടാകും? 55,000 രൂപ മിനിമം ശമ്പളം ആവശ്യം എങ്ങനെ വന്നു? ഇതൊക്കെ വിശദമായി നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. DA എന്നത് ഡിയർനെസ് അലവൻസ്, മലയാളത്തിൽ പറഞ്ഞാൽ വിലക്കയറ്റ ഭത്ത. സാധനങ്ങളുടെ വില ഉയരുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ജീവിത ചെലവും കൂടും. അത് കുറച്ചെങ്കിലും പരിഹരിക്കാൻ സർക്കാർ നൽകുന്ന അധിക തുകയാണ് DA. ഉദാഹരണത്തിന്, അരിവില കൂടും, പെട്രോൾ വില കൂടും, വാടക കൂടും, സ്കൂൾ ഫീസ് കൂടാം, ആശുപത്രി ചെലവ് കൂടാം. ഇങ്ങനെ ജീവിത ചെലവ് ഉയരുമ്പോൾ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ മൂല്യം കുറയുന്നു. അതിനാൽ ജീവനക്കാർക്ക് സഹായമായി സർക്കാർ DA കൂട്ടിക്കൊടുക്കും. ഇത് സാധാരണയായി 10 വർഷത്തിൽ 2 തവണയാണ് പരിഷ്കരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ബേസിക് ശമ്പളത്തിന് പുറമെ പ്രത്യേകം DA ലഭിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഉദാഹരണത്തിന്, ഒരു ജീവനക്കാരന്റെ ബേസിക് ശമ്പളം 30,000 രൂപയാണെന്ന് കരുതാം. DA 58% 58% DA എന്ന് പറഞ്ഞാൽ 17,400 രൂപയാണ്. അപ്പോൾ ആ ജീവനക്കാരന്റെ ശമ്പളത്തിൽ ബേസിക് പ്ലസ് DA ചേർന്ന് വലിയ വർധന ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. DA പ്രത്യേകം അലവൻസ് ആയതിനാൽ ചില ആനുകൂല്യങ്ങളുടെ കണക്കുകൂട്ടൽ ബേസിക് ശമ്പളത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. അവിടെയാണ് ഇപ്പോൾ യൂണിയനുകൾ പുതിയ ആവശ്യം ഉന്നയിക്കുന്നത്. DA ബേസിക്കിൽ ലയിപ്പിക്കണം എന്നതാണ്. ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് DA ഇത്രയും ഉയർന്ന സാഹചര്യത്തിൽ അതിനെ ഇനി പ്രത്യേക അലവൻസായി വയ്ക്കാതെ ബേസിക് ശമ്പളത്തിന്റെ ഭാഗമാക്കണം എന്നാണ്. അതായത് 30,000 രൂപ ബേസിക് ശമ്പളവും 17,400 രൂപ DAയും ഉള്ള ഒരാളുടെ കാര്യത്തിൽ DA ബേസിക്കിൽ ലയിപ്പിച്ചാൽ പുതിയ ബേസിക് ഏകദേശം 47,400 രൂപയായി മാറും. ഇതാണ് വലിയ മാറ്റം. കാരണം ബേസിക് ശമ്പളം കൂടുമ്പോൾ അതിനോട് ബന്ധപ്പെടുക കണക്കാക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൂടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. DA ബേസിക്കിൽ ലയിപ്പിച്ചാൽ ബാധിക്കുന്ന പ്രധാന കാരണങ്ങൾ: HRA, ഹൗസ് റെന്റ് അലവൻസ്, വാടക ഭത്ത. ഇത് സാധാരണയായി ബേസിക് ശമ്പളത്തിന്റെ ശതമാനമായി കണക്കാക്കുന്നതാണ്. അപ്പോൾ ബേസിക് കൂടിയാൽ HRAയും കൂടും. ട്രാൻസ്പോർട്ട് അലവൻസ്, യാത്രാ അലവൻസ്, ഇതിലും വർധനവുണ്ടാവും. പെൻഷൻ കണക്കാക്കുന്നത് ബേസിക് അടിസ്ഥാനത്തിലുമാക്കിയാണ്. അതിനാൽ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർക്ക് കൂടുതൽ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഉയരും. ഗ്രാറ്റുവിറ്റി, PF, മറ്റു വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഉയർന്നേക്കാം. ജീവനക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആവശ്യം ശക്തമാക്കുന്നത്? ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക കാരണങ്ങളാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. ഇന്നത്തെ ജീവിത ചെലവ് പഴയ കാലത്തതിനേക്കാൾ വളരെ കൂടുതലാണ്. ഒരു മധ്യവർഗ കുടുംബം ഇന്ന് നേരിടുന്ന പ്രധാന ചെലവുകൾ: വീട് വാടക, കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്വകാര്യ ആശുപത്രി ചെലവ്, യാത്രാ ചെലവ്, ഭക്ഷ്യവില, വയോധികരെ മാതാപിതാക്കളുടെ ചെലവ്, നഗരജീവിത ചെലവ് ഇവയെല്ലാം വളരെ ഉയർന്നിരിക്കുന്നതാണ്. അതിനാൽ സാധാരണ DA വർധനവ് മാത്രം മതിയാകില്ലെന്നാണ് യൂണിയനുകളും പറയുന്നത്. 58% DA എന്നത് സൂചിപ്പിക്കുന്നത് ആൾ ഇന്ത്യ NPS എംപ്ലോയി ഫെഡറേഷൻ നൽകിയ മെമ്മോറാണ്ടത്തിൽ പറയുന്നത് 2025 ഡിസംബർ 31 വരെ DA ഏകദേശം 58% എത്തി എന്നാണ്. ഇത് വളരെ വലിയ സംഖ്യയാണ്. ഇത്രയും ഉയർന്ന DA എന്നത് എന്താണ് കാണിക്കുന്നത്? രാജ്യത്ത് ജീവിത ചെലവ് വളരെ ഉയർന്നു എന്നതാണ്. അതുകൊണ്ട് DAയെ താൽക്കാലിക അലവൻസായി കാണാതെ സ്ഥിരമായ ശമ്പള ഘടനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. 55,000 രൂപ മിനിമം ശമ്പളം ആവശ്യം എങ്ങനെ വന്നിരിക്കുന്നു? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് 55,000 രൂപ മിനിമം ശമ്പളം ആവശ്യം തന്നെയാണ്. ഇത് എങ്ങനെ കണക്കാക്കിയെന്ന് നോക്കാം. 7ാം ശമ്പള കമ്മീഷനിൽ മിനിമം ശമ്പളം 18,000 രൂപയായിരുന്നു. അന്ന് ഉപയോഗിച്ച കുടുംബ മോഡൽ ഇപ്പോൾ യഥാർത്ഥത്തിന് അനുയോജ്യമല്ലെന്നാണ് യൂണിയനുകൾ പറയുന്നത്. പഴയ കണക്കിൽ 3 യൂണിറ്റ് കുടുംബമായിരുന്നു. ഇപ്പോൾ 5 യൂണിറ്റ് കുടുംബമായി കണക്കാക്കണമെന്നാണ് ആവശ്യം. പുതിയ കണക്കുകൂട്ടലുകളിൽ ജീവനക്കാരുടെ സംഘടനകൾ പറയുന്ന രീതിയിൽ 6,000 രൂപ ഇൻറ്റു 5 കുടുംബ യൂണിറ്റ് 30,000 രൂപ. അതിനുശേഷം അതിലേക്ക് 58% DA ചേർക്കുന്നു. അപ്പോൾ തുക ഏകദേശം 47,400 രൂപയാകും. അതിനുശേഷം പോഷകാഹാര ചെലവ്, ആരോഗ്യ ചെലവ്, വിദ്യാഭ്യാസ ചെലവ്, അതുപോലെ തന്നെ നഗരജീവിത ചെലവ് ഇതെല്ലാം ചേർത്തപ്പോൾ ശാസ്ത്രീയമായി കണക്കാക്കിയ മിനിമം ശമ്പളം 55,000 മുതൽ 60,000 രൂപ വരെ ആക്കണമെന്നാണ് ആവശ്യം. ഇത് എല്ലാവർക്കും ബാധിക്കുമോ? അതെ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇതിന്റെ സ്വാധീനം പിന്നീടുണ്ടാകും. കാരണം സാധാരണയായി കേന്ദ്ര സർക്കാർ ശമ്പള പരിഷ്കാരത്തിന് പിന്നാലെ പല സംസ്ഥാനങ്ങളും സമാന പരിഷ്കാരങ്ങൾ നടത്താറുണ്ട്. കേരളത്തിലും ഭാവിയിൽ ഇതിന്റെ ചർച്ച വരാൻ സാധ്യതയുണ്ട്. മുൻപ് ഇങ്ങനെ നടന്നിട്ടുണ്ട്.
DA ബേസിക്കിൽ ലയിപ്പിക്കണമെന്ന ആവശ്യം പുതിയ കാര്യമല്ല. മുൻ ശമ്പള കമ്മീഷനുകളും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിലക്കയറ്റം വലിയ തോതിൽ ഉയർന്നപ്പോൾ DA ബേസിക് ശമ്പളത്തിലേക്ക് ഉൾപ്പെടുത്തിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇത്തവണയും അതിന് സാധ്യതയുണ്ടോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 8ാം ശമ്പള കമ്മീഷൻ വിവിധ ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തുകയാണ്. ഇതുവരെ അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഫിറ്റ്മെന്റ് ഫാക്ടർ, മിനിമം സാലറി, പെൻഷൻ റീഫോം, DA മെർജർ, ഫാമിലി യൂണിറ്റ് കാൽക്കുലേഷൻ ഇവയൊക്കെയാണ്. ചിലർക്ക് ഇത് മനസ്സിലാകാതെ പോകാം. ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നത് നിലവിലെ ബേസിക് ശമ്പളത്തെ എത്ര മടങ്ങ് വർദ്ധിപ്പിക്കണമെന്ന കണക്കാണ്. 7ാം ശമ്പള കമ്മീഷനിൽ ഇത് 2.57 ആയിരുന്നു. ഇപ്പോൾ ജീവനക്കാർ കൂടുതൽ ഫിറ്റ്മെന്റ് ഫാക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. DA ബേസിക്കിൽ ലയിപ്പിച്ചാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കിലും മാറ്റം വരാം. പെൻഷൻകാർക്ക് ഇത് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നോക്കാം. പെൻഷൻ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. കുടുംബ പെൻഷനിൽ DR കണക്കിൽ മാറ്റം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉയർച്ച ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ സ്വാധീനം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ വലിയ വിഭാഗത്തിന്റെ വരുമാനം കൂടുമ്പോൾ വിപണിയിലും അതിന്റെ സ്വാധീനം ഉണ്ടാകും. ഉപഭോഗം കൂടും, വീട് വാങ്ങൽ വർദ്ധിക്കും, വാഹനപ്പണി ഉയരും, ബാങ്ക് നിക്ഷേപം കൂടും. പക്ഷേ മറുവശത്ത് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും ഉയരും. അതിനാൽ സർക്കാർ വളരെ സൂക്ഷിച്ചായിരിക്കും തീരുമാനം എടുക്കുക. ജീവനക്കാർ പറയുന്നത് DA വർഷങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ജീവിത ചെലവ് സ്ഥിരമായി ഉയരുകയാണ്. അപ്പോൾ DA താൽക്കാലിക സഹായമല്ല, സ്ഥിരമായ ശമ്പളത്തിന്റെ ഭാഗമാക്കണം. ഇതാണ് അവരുടെ പ്രധാന വാദം. അടുത്ത മാസങ്ങളിൽ 8ാം ശമ്പള കമ്മീഷൻ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ കൂടുതൽ ശക്തമാകും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ DA ലയനം ഉണ്ടാകുമോ, മിനിമം ശമ്പളം എത്ര, ഫിറ്റ്മെന്റ് ഫാക്ടർ എത്ര, പെൻഷൻ പരിഷ്കാരം ഉണ്ടാകുമോ, കേന്ദ്ര തീരുമാനം സംസ്ഥാനങ്ങളെ ബാധിക്കുമോ. DA ബേസിക്കിൽ ലയിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇത് നടപ്പായാൽ ശമ്പളം, പെൻഷൻ, അലവൻസുകൾ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എല്ലാം വലിയ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം സർക്കാരും 8ാം ശമ്പള കമ്മീഷനും എടുക്കാനാണ് ബാക്കി. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? DA ബേസിക്കിൽ ലയിപ്പിക്കണമോ, 55,000 രൂപ മിനിമം ശമ്പളം യാഥാർത്ഥ്യമാക്കണമോ? നിങ്ങളുടെ അഭിപ്രായമോ കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.